അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, അത് ഉമ്മച്ചി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതെന്നുള്ളൂ. അപ്പോൾ ഉമ്മച്ചി രാത്രിയിലൊക്കെ ചോറൊക്കെ കുറവായിട്ട് വരുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും വെളുത്തുള്ളിയും കുരുമുളകും ഒരു മാഗി ക്യൂബും ചെറിയ ജീരകവും പട്ട ഏലക്കായ ഗ്രാമ്പു ഇതെല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ട് ചിക്കനിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുണ്ടായിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് തന്നെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഫുഡ് കളറും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ റെഡ് കളർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ 3 ഗ്ലാസ് ബസ്മതി റൈസ് സോക്കിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും നമ്മൾ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ചിക്കന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം സൺഫ്ലവർ ഓയിൽ വേണം, കാരണം നമ്മൾ റൈസിക്കുള്ള സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ചിക്കന് 2 സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒരു ഹാഫ് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കും തക്കാളിയും കുരുമുളകും ഏലക്കയും ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനിലിട്ടുള്ള ക്യാപ്സിക്കും തക്കാളിയും ഒക്കെ നല്ല പോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും നമ്മുടെ ബസ്മതി റൈസ് നല്ല പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് വെള്ളമൊക്കെ നമ്മൾ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ റൈസും ചിക്കനും ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചിക്കനിലുള്ള ഈ ഒരു ഓയിലുണ്ടല്ലോ, ഇത് നമ്മൾ ആദ്യം ഈ ബൗളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ ലെവൽ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഈ റൈസിന് മുകൾക്ക് നമ്മൾ ചിക്കനിലുള്ള ക്യാപ്സിക്കും ക്യാരറ്റും ഒക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ഇതിന് മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഓയിലൊക്കെ ചിക്കൻ നമ്മൾ ഈ പാനിൽ നിന്ന് വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിന് മേലേക്ക് നമ്മൾ വീണ്ടും നമ്മുടെ ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓയിൽ എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കുക. ഇനി ബാക്കി വന്നിട്ടുള്ള റൈസ് ഇതിന് മേൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ടാണ് റെഡ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സൺഫ്ലവർ ഓയിൽ മസാല ഉണ്ടല്ലോ, അതായത് ക്യാപ്സിക്കും ടൊമാറ്റോ ഒക്കെ ഇട്ടുള്ള അത് നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ റൈസിന് മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ പീസും നമ്മൾ ഇട്ട് കൊടുക്കാം ഇതിന് മേലെ. ഇനി ഈ ചിക്കന് സൈഡിലേക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ ഒരു ബൗളിൽ കണൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചിക്കന് സൈഡിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ കണലിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് 2 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനിൽ സ്മോക്കൊക്കെ നല്ല പോലെ പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ മന്തി 2 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി സ്മെല്ലായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ചിക്കനൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു മന്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.